ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ് ഈസ് മീ വണ്ടർ ബോയ് -V4I. അപ്പം ഇന്നും ഒരു പബ്ജി ഗെയിം പ്ലേ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഈ കളി ചിലപ്പോൾ MVP അടിക്കും. നമുക്ക് നോക്കണം. നമുക്ക് ഇപ്പോൾ നമുക്കൊന്ന് ചാടിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ 64 സബ്സ്ക്രൈബേഴ്സായി കേട്ടോ. 64 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഗായ്സ്. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങുന്നത്? ആരാണ് ഫോളോ ചെയ്തേക്കുന്നത്? എവിടെ ഇറങ്ങുന്നത്? ഞാൻ മെയിൻ ഇവൻ്റിൽ ഇറങ്ങുന്നില്ല ഗായ്സ്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചാവാതെ ഞാൻ തിരിച്ചു വരത്തില്ല. അങ്ങനെ ചാവാതെ തിരിച്ചു വരാത്തൊരു ചരിത്രമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. സൈഡിൽ വല്ല മിനി ഇവൻ്റ് വല്ലതും ഉണ്ട്, അവിടെ ഉണ്ട്. അങ്ങോട്ട് ചാടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഇല്ല, എൻ്റെ സൈഡിൽ ഒരെണ്ണമുണ്ട്, അത് കണ്ടോ, റൈറ്റ് സൈഡിൽ. അവിടെ ഇങ്ങോട്ട് ചാടാം. ഞാൻ ചാടട്ടെ. ഞാൻ എന്തിനാ ആരെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചാടട്ടെ. അങ്ങോട്ടല്ല, അങ്ങോട്ടാണ്. പോട്ടൈ ഗൈസ്. അങ്ങനെ എല്ലാവരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. 64 എത്തി. ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ലാൻഡ് ചെയ്യട്ടെ നമുക്കൊന്ന്. മണിയും ഇപ്പം പാരഷൂട്ട് ഓണാകും. അവിടെ എത്തുമോ? എത്താൻ സാധ്യതയുണ്ടോ? എത്തും. ഗൈസ്, എൻ്റെ പാരഷൂട്ടിൻ്റെ ഇത് സ്കിന്ന് കൊള്ളാമെങ്കിൽ കമൻറ്റിൽ പറയണേ ഗായ്സ്. പിന്നെ ഷോർട്സിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കോഡയുടെയും ഗറ്റ്സിൻ്റെയും കാർ ഒരു ദിവസം കൊണ്ട് 1.1K ആയി. എൻ്റെ പൊന്നോ, എങ്ങനെ പറയാണോ. ഇവിടെ ടൈമർ ഉണ്ടല്ലോ. പാട്ട് ഇതെടുക്കാം. ഈ ഗണ്ണ് എനിക്കിഷ്ടമല്ല. നമുക്ക് പോവാം അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോവാം. നമുക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോവാം. പക്ഷേ എനിക്ക് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നടക്കുന്ന സൗണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആരാണ് നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കാം, ഏതെങ്കിലും എനിമീസ് വല്ലതും ഇറങ്ങുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റും. പിന്നെ ഗായ്സ്, നമ്മള് ഫ്രീ ടൈമിൽ മാത്രം കണ്ടാൽ മതി. ഇത് 22 മിനിറ്റ് ഉണ്ട്. റബ്ബേ, ഈ വോയിസ് ഓവർ ഞാൻ 22 മിനിറ്റ് എടുത്ത് വേണം. ആ വോയിസ് ഓവർ ഞാൻ ചെയ്യാൻ 22 മിനിറ്റിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അയ്യോ, അപ്പോൾ എന്തൊക്കെ പറയും. എന്തെങ്കിലുമൊക്കെ. ബാഗ് കിട്ടി. വെടിക്കിറ്റൊക്കെ എടുത്ത് വാരി അങ്ങ് കോരണം. അല്ലെങ്കിൽ പിന്നെ സോഡ് ഔട്ടോ ഡാമേജോ എല്ലാം വരുമ്പോൾ പിന്നെ ആരാണ്ടൊക്കെ ഇറങ്ങുന്ന സൗണ്ട് പോലെ തോന്നുന്നതാണോ? അല്ല, തോന്നുന്നതൊന്നും അല്ലായിരിക്കും. എന്നാലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ്ടുണ്ടല്ലോ. ഇവിടെ ആരാണ്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അടി. കുട്ടനെ നൈസിനെ അടിച്ച് കൊള്ളാൻ നോക്കിയതാണോ? പാവം കുട്ടൻ അളിഞ്ഞു പോയി. ലൂട്ടുണ്ട് കേട്ടോ. എൻ്റെ ബാഗും ഒക്കെ. ബാഗിനകത്ത് സ്പേസ് ഉണ്ട്. സൈസ്കോപ്പ് കിട്ടിയത് നമുക്ക് ഓവ് കൈ വെച്ചേക്കാം. ഓവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായ് പോപ്പിക്കൊക്കെ ഫേവറേറ്റ് ആട്ടോ. ഓവൊക്കെ സായ് പോപ്പിയൊക്കെയാണ്. വാവ് ബ്രദർ, M416. അപ്പോൾ ഓവ് കളയാം. ഗൈസ്, M416 എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് M416 ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഗൺ കമൻറ്റിൽ പറയണം. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇന്നലെ രാത്രി ഞങ്ങൾ ബീച്ചിലൊക്കെ പോയായിരുന്നു. ആദ്യം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നല്ല ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് അപ്പോൾ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു മടിയായിരുന്നു. അവിടെ ഒരു കാറ് കിടക്കുന്നു.
നമുക്ക് പോയിട്ട് ടീംമേറ്റ്സിൻ്റെ കൂടെ കളിക്കാം, അല്ലെങ്കിൽ റെഡി ആവത്തില്ല. ഓ ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. 52-40 ഒക്കെ MS കിട്ടുന്ന കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരാ അത്? വാവ്, ബ്യൂട്ടിഫുൾ. അത്ര MS ഒക്കെയാണ് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കിടക്കുന്ന മേളിലാണ്. അപ്പോൾ താഴെയാണ് വൈഫൈ, അതുകൊണ്ട് 40-ഉം 70-ഉം 76-ഉം ഒക്കെ MS കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റക്കാവും. ഇപ്പം സ്മൂത്തായിട്ടോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ഇത് സ്ക്രീൻ റെക്കോർഡാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഭയങ്കര സൗണ്ടൊക്കെയാണ് വീട്ടിൽ. അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് വോയിസ് കൊടുക്കാതെ ഇതിനകത്ത് വോയിസ് ഓവർ കൊടുത്ത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടാ വന്നേ. ഒന്നാമൻ ചത്ത തീർന്നല്ലോ. എന്തിയുടെ കുട്ട? അവൻ ഒളിച്ചിരിക്കുക കേട്ടോ, അവൻ ഒളിച്ചിരിക്കുവാണ്. എന്നാലും നമുക്കൊന്ന് പോയി പിടിക്കണമല്ലോ, കില്ല് കിട്ടണ്ടേ മക്കളെ. അപ്പം എല്ലാവർക്കും സ്പെഷ്യലി ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഹാപ്പി ന്യൂ ഇയർ അത്രയൊക്കെ ഉള്ളു. ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് എറണാകുളത്ത് പോകും, അത്രയേ ഉള്ളൂ. അപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ പോകും. ഞങ്ങളുടെ വീട് കായംകുളത്താണ് കേട്ടോ ഗൈസ്, കായംകുളത്ത് ആ സൈഡിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവന് കില്ലെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് പോകണം. വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് നമ്മുടെ ടീമേറ്റിൻ്റെ അടുത്ത് കളിക്കാൻ പോകണം. പൊട്ടേ ഗായ്സ്. പിന്നെ എനിക്ക് കാർ സ്കിന്നൊന്നുമില്ല. വി ആർ പുവർ ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കിന്നില്ലടേ കാറിൻ്റെ. നമുക്കൊക്കെ ഇത് കളിച്ചങ്ങ് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ലെവൽ പ്ലാറ്റിനമായിട്ട് ഇങ്ങനെ പ്രോ ആയിട്ട് കളിക്കുന്നത് ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തതാണ്. പക്ഷെ എനിക്ക് 3 അക്കൗണ്ടുണ്ട്. വേറെ അക്കൗണ്ട് ഞാൻ മാറി എടുത്തപ്പോഴത്തേക്ക് ഇത് പോയി. പിന്നെ പണ്ട് ഞാൻ ഈ സിൽവർ പ്ലാറ്റിനം കഴിഞ്ഞിട്ട് വേറെ എന്തോ ആയി. പക്ഷേ എനിക്കത് ഓർമ്മയില്ല. ഞാൻ അപ്പോൾ കളിച്ച ഏതാ അക്കൗണ്ടെന്ന് എനിക്കറിയത്തില്ല, അത് നോക്കണം. എനിക്ക് ഇവനെ റീകോൾ ചെയ്യാൻ പോവാം. അവൻ കുറേ നേരമായിട്ട് പ്ലീസ് റീകോൾ മീ പറയുന്നുണ്ട്. നമുക്ക് പോയി റീകോൾ ചെയ്യും. ഇവിടെ ഇച്ചിരി പണിയുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്, പോച്ചിൻ്റെ അടുത്തായതുകൊണ്ട്. വെടിവെപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അയ്യോ, അവനെ വിളിച്ചോണ്ട് പോവാം. ഇല്ല, അവൻ പോച്ചിങ്കിയിൽ ഇറങ്ങുന്നു. അടി വാങ്ങിച്ചിട്ട് വരണേ മക്കൾ, അവൻ്റെ ആകെ റീകോളേ ഉള്ളു. അവനിപ്പോൾ അടി വാങ്ങിച്ചുകൊണ്ട് വരും, കണ്ടോളാം. നമുക്ക് മൂന്നാമൻ്റെ അടുത്ത് പോവാം. മൂന്നാമൻ്റെ അടുത്ത് പോവാം. അവൻ അങ്ങോട്ട് മാപ്പിൻ്റെ അറ്റത്താണ്. അവൻ സോൺ ഔട്ട് വരാൻ പോവുക. അതൊരു കുലുക്കോടെ. അവനവിടെ അവന് സോൺ ഔട്ട്, അവന് സോണി കാരണം. അതെന്തുവാ ഗൈസ്? അതൊരു എനിമിയല്ലേ അത് ഗൈസ്? അത് എനിമിയാട്ടോ, അത് എനിമിയാ. നോക്കാം, വണ്ടി അടിച്ച് കൊല്ലണോ അതോ ഗണ്ണ് വെച്ച് കൊല്ലണോ? ഗണ്ണ് വെച്ച് കൊല്ലുന്നതായിരിക്കും നല്ലതാ. റിസ്ക് എടുക്കണോ? വണ്ടി വെച്ചങ്ങ് കയറ്റി കൊല്ലാൻ എനിക്കൊന്നും വയ്യ. വണ്ടി വേണ്ടടാ. 32 MS കൊല്ലി. ബോട്ടാണോ അത്? ബോട്ടല്ലല്ലോ. അല്ല, ബോട്ടിൻ്റെ ഇത്രയൊക്കെ ലൂട്ട് കാണും. ബോട്ടൊന്നും വായിക്കത്തില്ല. പെട്ടെന്ന് പോവാം. പോട്ടെ ഇതുണ്ട്. ഫോട്ടോ വേക്കടിക്കട്ടെ. എന്തോ
200 MS യാ റബ്ബേ 200 ഫസ്റ്റ് ഗായ്സ് 67 677 ആയപ്പോഴത്തേക്ക് 77 MS ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ബാക്ക് അടിച്ചപ്പോൾ ഇവിടെ ലൂട്ട് കിടക്കുന്നു. P90 എടുക്കാം. P90 നല്ല ഗണ്ണോ ഗൈസ്. P90 സ്പേസ് ഇല്ല. സ്പേസിൽ ആവശ്യമില്ലാത്ത കടയുടെ കടയട്ടൈ എൻ്റെ എന്നിട്ടും ആയില്ലേ? അയ്യോ ഗായ്സ് അവിടെ ഒരു ഇവൻ ഉണ്ടായിരുന്നു, കണ്ടതുപോലില്ല. സൈഡിൽ ഒരു ഫ്ലയർ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല. വോയിസ് ഓവർ നോക്കിയപ്പോഴേ ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ച അവിടെ ഒരു ഇത് കിടപ്പുണ്ടായിരുന്നു, ഫ്ലയർ. പക്ഷേ കുഴപ്പമില്ല. ചിലപ്പോൾ അവനടിച്ച ഫ്ലയർ അവിടെ ഇട്ടിട്ട് പോയതായിരിക്കും. ഞാനത് വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത്, വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കണ്ടത്. നമുക്ക് പെട്ടെന്ന് പോയി മൂന്നാമനെ എടുത്തിട്ട് വരാം. അതിന് മുമ്പേ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണമല്ലോ. നമുക്കാദ്യം അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മൂന്നാമനെ എടുത്തുകൊണ്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട, സോണിനകത്ത് കറങ്ങാം. ഇപ്പം ആകെ കൺഫ്യൂഷനായി നിൽക്കുമല്ലോ. പോട്ടെ വണ്ടി പോട്ടെ. രണ്ടാമന് ആരെയൊക്കെ വണ്ടി ഇടിച്ച് കൊല്ലുന്നുണ്ട്. നമ്മളും തന്നെ, നമ്മൾ 4 കില്ലെടുത്ത് 40 പേരും കൂടെ ഉള്ളു. നമുക്ക് മൂന്നാമനെ രക്ഷിക്കാൻ പോകണമെന്നുണ്ട്. ആ സോൺ ഔട്ടിലാണ് നിൽക്കുന്നത്. പോകണോ? പോകണോ വേണ്ട? ബെസ്റ്റ്. എടാ അവനും പോയടാ. ഇനി ആരുമില്ല. ഇനി അവനെ റീകോൾ ചെയ്യാൻ എനിക്കൊന്നും വയ്യ. അല്ലെങ്കിൽ വേണ്ട, റീകോൾ ചെയ്യാൻ. എന്തായാലും ടീംമേറ്റൊക്കെ ഉള്ളതല്ലേ. ചിക്കൻ ഡിന്നർ അടിച്ചാലോ? അങ്ങനെ അടിക്കത്തില്ലല്ലേ. അങ്ങനെ സിമ്പിളായിട്ട് ചിക്കൻ ഡിന്നർ അടിക്കുമോ? ഇല്ല. 22 മിനിറ്റ് ആകുമ്പോൾ ഇനി കുറേ മിനിറ്റ് ഉണ്ടല്ലോ. അവിടെ എനിമിയില്ല ഗൈസ്. ആ വീട്ടിൽ എനിമി ഉണ്ടല്ലോ ഗൈസ്. ആ വീട്ടിൽ എനിമി ഉണ്ട് കേട്ടോ. ആ വീട്ടിൽ എനിമി ഉണ്ട്. കണ്ട ആ വീട്ടിൽ എനിമി ഉണ്ട് ഗൈസ്. മന റീകോൾ ചെയ്യണമല്ലോ. സ്മോക്ക് ഉണ്ടോ കയ്യിൽ? അവനെ ഒന്ന് വെടിവെച്ച്. അവൻ്റെ പ്ലെയർ, അവൻ്റെ ടീംമേറ്റ്, 2 പേരുണ്ട് കേട്ടോ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 1v2 എടുക്കാം. നമുക്ക് വേണമെങ്കിൽ. സ്മോക്ക് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് എറിയാം. നമുക്ക് പറയും. നോക്കിയത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടെങ്കിലും പോകാം. നമുക്ക് കില്ല് വേണം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഒരുത്തന് നോക്കടിച്ച്. പക്ഷെ അവൻ്റെ ടീംമേറ്റ് റിവൈവ് ചെയ്യാൻ പോകും. പക്ഷെ അകത്ത് പോകുന്ന അത്രയ്ക്ക് സേഫല്ല. ഇവനെ ഒന്ന് റീകോൾ ചെയ്തിട്ട് അകത്തോട്ട് പോവാം. ചിലപ്പോൾ ഞാൻ ചാവാൻ സാധ്യതയുണ്ട്. അളിയോ, സാധ്യത വളരെ കൂടുതലാണ് ചാവാനുള്ള. ഗൈസ്, ഇവിടെ കണ്ട് അവൻ്റെ ടീംമേറ്റ് ഉണ്ട്. കറങ്ങി നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ 3 പേരാണോ അതോ 2? എന്തടാ അവൻ? ഇതിൻ്റെ അകത്തോട്ട് ചാടിക്കറിയില്ലല്ലോ. അവനകത്തോട്ട് പോകുന്നുണ്ട്. എടാ അങ്ങോട്ട്. അല്ല. അയ്യോ. 2 സൈഡിലും ഉണ്ടായി. എടാ ചതിക്കല്ലേടാ. ഒന്ന് റിവൈവ് ചെയ്യടാ. ചതിക്കല്ലേടാ. ഞാൻ വരത്തില്ലാണ് അത്രയ്ക്ക് ദൂരേക്ക്. എടാ ഒന്ന് പാടാ. ഗിവപ്പോ റീകോൾ ചെയ്യുമായിരിക്കും. റീകോൾ ബ്രോ. ഇവനല്ലല്ലോ രണ്ടാമൻ. റീകോൾ ബ്രദർ. റീകോൾ ഗൈസ്. റീകോൾ ചെയ്യാൻ പറഞ്ഞു. അവൻ റീകോൾ ചെയ്യാൻ പോകും കേട്ടോ. എൻ്റെ ലൂട്ട് അവന്മാരെടുക്കാതിരുന്നാൽ മതിയടെ.
എൻ്റെ ലൂട്ട് എൻ്റെ പീനാണ്ടിയും M416 അവിടെ കിടക്കുവാണ്. പെട്ടെന്ന് വിക്കോളേ. എൻ്റെ ലൂട്ട് എടുത്താൽ പെട്ടെന്ന് 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 യോടാ മോനെ, എനിക്ക് വയ്യ. പെട്ടെന്ന് പോ 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 പെട്ടെന്ന് പോ. അടി അടി അടി. എടാ എൻ്റെ ലൂട്ട് എടുക്കാൻ കഷ്ടമുണ്ട്. എൻ്റെ ലൂട്ട് ആ സ്റ്റെയറിൻ്റെ അവിടെ കിടക്കും. അവൻ എന്തായാലും കണ്ടു കാണും. അവനത് എടുക്കാതിരുന്നാൽ മതി. എൻ്റെ ലൂട്ട് വേണമേ. അവനെടുത്താ എടാ, അവനെടുത്തടാ. എൻ്റെ സാധനങ്ങളല്ലേ കിടക്കുന്നതല്ല. അവൻ കില്ല് ചെയ്ത കേട്ടോ. എൻ്റെ അണ്ണൻ M416 ആണോ എൻ്റെ കയ്യിരിക്കുന്നത്? എൻ്റെ ആണോ എനിക്കറിയത്തില്ല. നമുക്ക് അവിടെ പോവാം. ലൂട്ട് ചാത്തായി നമുക്ക് P90 എടുക്കണം. സ്പേസ് ഇല്ലേ? എൻ്റെ ബാഗ് എന്ത് ചെയ്യേ? മറ്റേ വലുത് അതെന്ത് ചെയ്യേ? ഗൈസ്, എൻ്റെ വലിയ ബാഗ് കാണുന്നില്ല. എനിക്ക് P90യുടെ ബുള്ളറ്റ് എടുക്കണം. ഇത്രയുള്ള P90യുടെ ബുള്ളറ്റ് നോക്കട്ടെ. ഇനിയുണ്ട് 8 ബുള്ളറ്റ് ഉണ്ട്. അവിടെ കിടക്കട്ടെ, എനിക്കൊന്നും വയ്യ. 8 ബുള്ളറ്റൊക്കെ ഉണ്ട്. 4 എൻ്റെ ബാഗ് എവിടെ പോയി? ബാഗ് ഉണ്ടായിരുന്നു. 8 ബുള്ളറ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നല്ല കാര്യമാണ്. 8 ബുള്ളറ്റ് എൻ്റെ 8 ബുള്ളറ്റ് അവിടെ കിടക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം. വെടിക്കിട്ടടിക്കാം. അടിക്കുമാട്ടേനെ നീ എന്നാ പണ്ണുവേ. അയ്യോ വണ്ടി കടവാ. എങ്ങോട്ടാണ് ഈ മച്ചാനി പോകുന്നത്? എടാ, അപ്പാർട്ട്മെൻറ്റിൽ പോലടാ. എനിക്ക് ചാവാൻ വയ്യ. അപ്പാർട്ട്മെൻറ്റിൽ പോലടാ. ഇവൻ ഇവിടെ നിർത്തത്തുള്ളൂ. ഇവൻ എന്താ ഇവന്? ഈ ചാവാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ല. അത് വേറെ കാര്യം. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ വേണ്ട, കില്ല് കിട്ടിയാലോ? ഞങ്ങൾക്ക് തിരിക്കാം ഗൈസ്. എങ്ങാനും കില്ല് കിട്ടിയാലോ? കില്ല് കിട്ടിക്കഴിഞ്ഞാൽ രസം. 4 കില്ലെടുത്ത് അത് നല്ലതാണ്. ഒരു ഫുൾ സ്കോഡിന് എടുക്കുന്നത് തുല്യമാണ്. 4 പേര് എന്നാലും നല്ല ഡാമേജ് എടുത്ത്. ഫുൾ ഡാമേജ്. 3 പേരോ? ഗൈസ് 1v3 എടുക്കണം. വേണ്ട, റിസ്ക. 1v3 വേണ്ട. ആരും 5 വെയിറ്റ് ചെയ്യാം. അവന്മാർ താര എടുക്കുവാണെങ്കിൽ, താര വരുവാണെങ്കിൽ നമുക്കൊരു 1v3 എടുക്കാം. അയ്യോ, ഇവിടെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നു? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഗൈസ് വണ്ടി എടുത്ത് പോവാം. ഞാൻ വെറുതെ ചാവുന്നുണ്ട്. അപ്പം അവന്മാർ വരും കേട്ടോ ഗൈസ്. അവന്മാരിപ്പോൾ വരും താഴോട്ട്. അവന്മാരിപ്പോൾ വരും. എനിക്ക് ഫുൾ സ്റ്റെപ്പ് കേൾക്കാം. ഞാൻ ചത്തി വെടി കൊള്ളുന്നു. എനിക്ക് ബാൻഡേഡ് അടിക്കണം. 3ാമൻ്റെ അടുത്ത് പോവാം. ഇപ്പോൾ ആരും ഇല്ലല്ലോ. 3ാമൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവന് സോൺ ഔട്ടാണ് ഗൈസ്. അവനെ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഞാൻ പോയി പിക്കപ്പ് ചെയ്യാം. അവൻ്റെ അടുത്ത് സോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും ഇവനെ വിളിച്ചോണ്ടില്ല, അവിടെ പോയി. ഇവൻ കുറച്ച് പ്രോ പ്ലെയർ അല്ലേ. അവൻ അത്രയും നേരം മെയിൻ ഇവൻ്റിൽ നിൽക്കണമെങ്കിൽ കുറച്ച് പ്രോ ആയിരിക്കും. ഇവനെയും കൊണ്ട് അപ്പാർട്ട്മെൻറ്റിൽ പോവാം. ഇവിടെ 3 പേരുണ്ടല്ലോ. ഇവിടെ കയറടാ. അവൻ 5 മിനിറ്റ് സ്റ്റക്കായി കേട്ടോ ഗൈസ്. പെട്ടെന്ന് പോയി അപ്പാർട്ട്മെൻറ്റിൽ പോവാം നമുക്ക്. അപ്പാർട്ട്മെൻറ്റ് എവിടെയായിരുന്നു? 22 പേരും കൂടെ ഉള്ളു. ചിക്കൻ ടിന്നർ അടിക്കാം. പക്ഷേ അപ്പാർട്ട്മെൻറ്റ് പോകണമെന്നുണ്ട് എനിക്ക്. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ അടി വാങ്ങിക്കും. നമുക്ക്
അടി വാങ്ങിച്ചിട്ട് നമുക്ക് വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. കുറച്ച് ലോങ് അവിടെ, ലോങ് ആയി വീഡിയോ. ഒക്കെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കില്ല് കിട്ടുമോ എന്ന് നോക്കാം. കില്ല് കിട്ടുവാണെങ്കിൽ പൊളിച്ച്. അയ്യോ പെട്ടെന്ന് ഈ ബിൽഡിങ്ങിലായിരുന്നില്ല ഗൈസ്. ഈ ബിൽഡിങ്ങിലല്ലല്ലോ, അപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു ഗൈസ്. അപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു ഫൈറ്റ്. 3 പേരുള്ള. അയ്യോ സമാവാത്തും ബുറാക്കിങ്ങലിയ ഗൈസ്. അങ്ങനെ നോക്കൗട്ടായിരിക്കുന്നു. അതിനെന്തോ കാണിക്കുമോ ചാടിക്കളി. ബേബിയോടാ. അയ്യോ ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ടല്ലോ. നാടിന്നൻ മകനെ പൊന്മകനെ മുത്തായമാനെ നിന്നും സുനിയനും ചന്ദിരനും നായവാനെ നാടിൽ കട്ടുവെച്ച രക്ഷകനെ സംഭവവാണി അന്നത്തന്നായി വന്നതണി പ്രിയമേ മാറിപ്പോയി എണ്ണം വന്നാൽ കുമ്പിട്ടു നീലേ ഇരുട്ടൽ ചെത്തിപ്പായും രാജാവുക്ക് എന്നാറിൽ ചൊല്ല് എവിടുന്നോ എനിമി കയറി ചാടി അടിക്കാൻ നോക്കി. പക്ഷെ നമ്മളങ്ങ് വിട്ടു കൊടുക്കുന്നു തോന്നുന്നുണ്ടോ? എൻ്റെ പേരാണ് എൻ്റെ പേര് സുൽത്താനെന്നാണെങ്കിൽ ഞാൻ അവരെ അടിച്ച് കളയ്ക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എൻ്റെ പാട്ടുകളാവും. അയ്യോ അതെന്തോ കുതിരയായിരുന്നു. ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. അകത്ത് പോകണോ? ബ്രദർ 37 MS പോകുന്ന റെഡിയാണോ? വേണ്ട. നീയും കൂടെ വന്നതിന് നമുക്കൊന്ന് പോവാം. അല്ലെങ്കിൽ വേണ്ടടേ, എനിക്ക് വേണ്ട. നീ എന്തോടാ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? മാനത്ത് പറക്കുന്ന കാക്കയെ പിടിച്ചെടുത്തിടിച്ചിട്ട് മറിച്ചെടുത്ത് കൊട്ടാന കാക്കയെ കൊടുകൂലം കാക്കയെ കൂടെ വിടെ. ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ ചാകുമല്ലോ. അയ്യോ പണി പാലിയല്ലോ. സോണൗട്ടായി ഇതേണ്ട ഒരു എനിമി പോകുന്നല്ലോ. അവനെ അടിച്ചിട്ടു നോക്കട്ടു. പക്ഷെ ആരോണ്ട് എൻ്റെ പുറകെ വന്നടിച്ചു കൊന്നു. നിന്ന് നമുക്ക് മൂന്നാമൻ്റെ കളി കാണാം. അവനിപ്പോൾ ചത്ത് കാണുമല്ലോ. അട മോനെ ചത്തല്ലോ ഗൈസ്. നമുക്ക് ഹൈലൈറ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടൊക്കെ കേട്ട് റോഡ് റേഞ്ച്. രാവിൽ നിന്റെ പൂമുഖം കണ്ടേ പുലകം കൊണ്ട് നല്ലിക ചാർത്തി കണ്ണാടിപ്പുരയിലെ ഉമ്മണിപ്പൂ രവല്ല നീയല്ല നമ്മളുണ്ടായി. അടുത്ത നോക്കൗട്ട്. വന്നല്ലോ മുറ്റത്തെ മാവേലി പൂവേ പുലിപ്പൂവേ പൂക്കളമിട്ടല്ലോ. ഓണത്തിന് കെട്ടൻ്റെ പായസം കൂച്ചിട്ട് ഊനാലിലാണെന്നേ. ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനാണ് MVP. ബൈ മലയാളം സുൽത്താൻ MVP. അപ്പോൾ ബൈ. വന്നല്ലോ മുറ്റത്തെ മാവേലി പൂവേ